ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് ആരോടും പറയേണ്ട കാര്യമില്ല. നമ്മൾ ആറ്റുകാലേക്ക് പോവുകയാണ്. നമ്മൾ ചിറ്റയുടെ വീട്ടിലായിരുന്നു. രാവിലെ എണീറ്റ് എല്ലാവരും കുളിച്ച് നല്ല സുന്ദരിമാരായിട്ട് വിളക്കൊക്കെ കൊളുത്തി. ചിറ്റപ്പനാണ് വിളക്കൊക്കെ കൊളുത്തിയത്. നന്നായി പ്രാർത്ഥിച്ചതേ ചിറ്റപ്പൻ ഞങ്ങളെ കാറിൽ വണ്ടി എവിടെ വരെ പോകും അവിടെ കൊണ്ടാക്കുകയാണ്. ഏതായാലും കരമന വരെ വണ്ടി പോയിട്ടോ. അതിനുശേഷം നമ്മൾ നടന്നാണ് പോകുന്നത്. എല്ലാ വർഷവും അത്രയൊക്കെ വണ്ടി പോകാറുള്ളൂ. അങ്ങനെ ഞങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങി. അവിടെ തന്നെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു, ചെറിയ ഒരു ക്ഷേത്രം. അവിടെ നമ്മളൊന്ന് തൊഴുത് അവിടെ പ്രസാദ കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് നമ്മൾ നെറ്റിയിൽ ചാർത്തി. അതിനുശേഷം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. അവിടുന്ന് ഒരു 10-15-20 മിനിറ്റോളം നടക്കാനുണ്ട്. എന്നാലും നമ്മൾ യാതൊരു ക്ഷീണവും അറിയുന്നില്ല. രണ്ട് സൈഡിലും ഇതുപോലെ പൊങ്കാലയ്ക്കുള്ള സാധനമായിട്ട് സെറ്റ് സാരി എടുത്ത സുന്ദരിമാരൊക്കെ ഇങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഇവിടെ വരെ ഉള്ളൂ കേട്ടോ. ഇവിടെ കണ്ടോ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കരമനയാണിത്. ഇതുപോലെ എല്ലായിടത്തും പ്ലോട്ടുകൾ, ലൈറ്റുകൾ. തിരുവനന്തപുരം നഗരം മുഴുവൻ ഇങ്ങനെ ലൈറ്റുകളാണ്. ആകെപ്പാടെ ഉത്സവത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എന്താ പറയുക, എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ്. കടകളൊക്കെ എനിക്ക് തോന്നുന്നു 3 ദിവസമായിട്ട് ഇവിടെ അടച്ചിട്ടിരിക്കുന്ന കടകളുണ്ട്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് അത്യാവശ്യം കടകളൊക്കെയാണ് തുറന്നിരിക്കുന്നത്. പിന്നെ കടകളില്ലാണ്ടും പറ്റില്ലല്ലോ, അതുകൊണ്ട്. അപ്പോഴത്തേ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്ക് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളിങ്ങനെ വണ്ടിയൊന്നും 2 സൈഡിൽ നിന്നും വരുന്നില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ശ്രദ്ധിക്കേണ്ടിയില്ല. എന്നിരുന്നാൽ പോലും ചെറിയ 2 വീലർ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പിന്നെ ഇതേ നമ്മൾ കലത്തിൽ കെട്ടാനുള്ള മാല കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇന്നലെ വാങ്ങിയിരുന്നു. അപ്പോൾ ചിറ്റയ്ക്കും സിന്ധു ആൻറ്റിക്കും ഒന്നും ഉള്ളത് വാങ്ങിയിരുന്നില്ല. സിന്ധു ആൻറ്റിക്ക് ഒരുപാട് ലേറ്റായിട്ട് തലേ ദിവസം രാത്രിയിൽ വന്നുകൊണ്ട് ഇങ്ങനെയുള്ള പർച്ചേസിംഗ് ഒക്കെ രാവിലെ പോകുമ്പോൾ വാങ്ങുന്നത്. കാരണം സമയമുണ്ട്. 10:15 അടുപ്പ് കത്തിക്കണം. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് സമയമുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണേലും വാങ്ങാനും എടുക്കാനും ഒക്കെ ഉള്ള സമയമുണ്ട്. പിന്നെ ചിറ്റയ്ക്കുള്ള പൊങ്കാല കിറ്റും കാര്യങ്ങളും എല്ലാം വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. പോണ വഴിക്ക് തന്നെയാണ് ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നത്. പോകുന്ന വഴിക്ക് എല്ലാം ഉണ്ട് കേട്ടോ. നമ്മൾ ഒന്നിനും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഒന്നും നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. ഈവൻ ഞങ്ങൾ ഈ സെറ്റ് സാരി പോലും ഇവിടെ വന്നിട്ട് വാങ്ങിയതാണ്. കാരണം ദേവിയമ്മയ്ക്ക് പൊങ്കാല ഇടുമ്പോൾ നമ്മൾ നല്ല പുത്തനും എടുത്ത് നല്ല സുന്ദരി മണികളായിട്ട് തന്നെ ഇടണം എന്നാണ് ദേവിയമ്മയ്ക്ക് നിർബന്ധം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഒരുങ്ങും കേട്ടോ. അതെല്ലാവരും അവനവന് പറ്റുന്ന രീതിയിൽ എല്ലാവരും നന്നായിട്ട് ഒരുങ്ങും. നമ്മൾ പിന്നെ ഒരുക്കത്തിലൊന്നും ഒട്ടും കുറയ്ക്കില്ലാത്ത ആൾക്കാരായതുകൊണ്ട് നല്ല രീതിയിൽ നമ്മളെല്ലാം ഒരുങ്ങിയിട്ടുണ്ട്. അതിനുശേഷം അരി കഴുകാനുള്ള പാത്രമൊക്കെ എല്ലാവരും നോക്കി വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. അരി കഴുകാനുള്ള പാത്രമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം എല്ലാം കൂടെ വാങ്ങുന്നത് നമുക്ക് എക്സ്പെൻസീവ് അല്ലേ. അപ്പോൾ അതൊക്കെ വാങ്ങണമെങ്കിലും എല്ലാം ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള പ്രതിമകൾ ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിൽ കാണിച്ചിട്ടുണ്ട്. അവിടെ ഗണപതി ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് വാങ്ങാനൊന്നും പറ്റിയില്ല. അങ്ങനെ നമ്മളത് ആറ്റുകാൽ അമ്പലത്തിൻ്റെ മുറ്റത്ത് വന്നു. ഇതിൻ്റെ സൈഡിലൂടെ പിന്നിലേക്കാണ് നമുക്ക് പോകേണ്ടതുണ്ട്. ഇതാണ് ആറ്റുകാൽ അമ്പലത്തിൻ്റെ മുറ്റം. എന്താ പറയുക, ഒരു പൊടി ഇങ്ങനെ മുകളിലേക്ക് വാരി വിതറി കഴിഞ്ഞാൽ താഴേക്ക് വരില്ല. അതുപോലെ ജനങ്ങളാണ്. ഇതുപോലെ അടുപ്പ് കൂട്ടി ഇതേ സ്ത്രീകൾ ഇവിടെ പൊങ്കാലിടാനായിട്ട് നിരന്നിരിക്കുകയാണ്. ഒരു ഗ്യാപ്പും ഇല്ല കേട്ടോ. എല്ലാം ദേവിയമ്മ കാത്തു രക്ഷിക്കും. നല്ല കറക്റ്റായിട്ട് എല്ലാം ഓർഡറിൽ തന്നെ പോകുന്നുണ്ട്. ഇവിടെ സായി സംഘടനയുടെ വെള്ളം കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെള്ളമാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ചെറിയ ലൈറ്റ് ചൂടും അതേപോലെ തന്നെ അതിലിട്ടിരിക്കുന്ന എന്താ പറയുക ഫ്ലേവർ ആയാലും ഒക്കെ നല്ല ടേസ്റ്റി ആയിരുന്നു. നല്ല ദാഹമുള്ളതുകൊണ്ട് നമുക്ക് വെള്ളത്തിന് ടേസ്റ്റ് ഒന്നുമില്ല. ഇതേ നമ്മുടെ പൊങ്കാല ഇടുന്ന ടീച്ചർ ആൻറ്റിയുടെ വീട്ടിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എല്ലാ ഇടവഴിയിലും എല്ലായിടവും കണ്ട ഒരുപോലെ ആവും. നമുക്ക് ആകെ എല്ലാം കൺഫ്യൂഷൻ ആവും. എല്ലായിടത്തും പൊങ്കാല അടുപ്പുകളും സെറ്റ് സാരി എടുത്ത അമ്മമാർ മാത്രമേ കാണാനുള്ളൂ. ഇവിടുന്ന് നേരെ ഒരു 3ാമത്തെ വീടാണ് കേട്ടോ നമ്മളിതാ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇവരെല്ലാം ഇവിടെ റെഡിയായിരിക്കുന്നു. കുറച്ച് പേരൊക്കെ സാരി ഉടുത്തു, കുറച്ച് പേരൊന്നും സാരി ഉടുത്തിട്ടില്ല. അപ്പോൾ ടീച്ചർ ആൻറ്റി നമ്മളെ വെയിറ്റ് ചെയ്ത് നോക്കി നിൽക്കുകയാണ്. എല്ലാവരും രാവിലത്തെ ഓരോ തിരക്കിലും കാര്യം. ഇതേ നമ്മുടെ അടുപ്പ് കുറച്ച് കലങ്ങളൊക്കെ വന്നു. ഇത് ഈ സൈഡിലാണ് നമ്മൾ പൊങ്കാല ഇടുന്നത്. ടീച്ചർ ആൻറ്റി ഒന്നും സാരി ഒന്നും ഉടുത്തിട്ടില്ല. കാരണം സമയമുണ്ടല്ലോ. സമയമുള്ളതുകൊണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവരും സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വന്നു കല ഒരുക്കും കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇനി വേറെ പരിപാടിയൊന്നുമില്ല. പൊങ്കാലയുടെ എന്താ പറയുക ബാക്കിയുള്ള മുന്നൊരുക്കത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മാലകെട്ടൽ എല്ലാം ഭയങ്കര എത്ര ഭംഗിയായിട്ട് എല്ലാം അലങ്കരിച്ച് ചെയ്യാവോ ആ ഒരു രീതിയിൽ എല്ലാം ചെയ്യുകയാണ്. അതുപോലെ നമ്മൾ ഗണപതി ഒരുക്ക്, എന്താ പറയുക വിളക്ക് കത്തീര്, അതേപോലെ തന്നെ നമ്മുടെ കല്ലിലും കട്ടയിലൊക്കെ ചന്ദനം ചാർത്തുക, അതുപോലെ തന്നെ മാല കെട്ടുക. അപ്പോൾ അതേ പലർക്കും എത്തണില്ല എന്ന് പറഞ്ഞുകൊണ്ട് 1 മുഴമെന്ന് പറയുമ്പോൾ അവരവരുടെ കൈ വെച്ച് മുറിക്കണം. പക്ഷേ കാലത്തിന് ചുറ്റും കെട്ടാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എത്തണില്ല. പിന്നെ കുറച്ചൊക്കെ വലിച്ചൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുവിധം എല്ലാവർക്കും ഒന്ന് കെട്ടിക്കൊടുത്തു. അപ്പോൾ എല്ലാം സെറ്റായിട്ട് ഇരുന്നു. അപ്പോൾ ഇതേ നമ്മൾ വിളക്ക് നമ്മൾ കൊളുത്ത അമ്പലത്തിൽ എല്ലായിടത്തും അനൗൺസ്മെൻറ്റ് കേൾക്കാം കേട്ടോ. അത് കേട്ടതിന് ശേഷം മാത്രം അവിടുന്ന് അമ്പലത്തിൽ നിന്ന് പറയണ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് കേട്ടോ എല്ലാവരും ചെയ്യുള്ളൂ. പിന്നെ ചിലരൊക്കെ ഉണ്ട് ഇങ്ങനെ പറയണ കേൾക്കാം, നേരത്തെ തന്നെ കത്തിക്കുക,
നേരത്തെ തന്നെ എന്താ പറയുക അടുപ്പ് കത്തിക്കുക എന്തോ അവരെന്തോ ശ്രദ്ധിക്കുന്നില്ല ഇതൊക്കെ ചെയ്യണമെന്നുള്ള ധൃതിക്കാണെന്നല്ല. പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ എല്ലാവരും അമ്പലത്തിലെ നിർദ്ദേശം അനുസരിച്ച് തന്നെയാണ് ചെയ്തു പോയത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് ഇതുകൊണ്ട് ഈ ഒരു സൈഡിൽ നല്ല തണലുണ്ട് കേട്ടോ. പക്ഷേ ആ തണലും സൂര്യനൊക്കെ ഇങ്ങനെ നീങ്ങി 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 വന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യമല്ലാതാവുന്നില്ല. അത് ഗണപതി ഒരുക്ക് നമ്മൾ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് എടുക്കുന്നു, ചോദിക്കുന്നു, ആകെപ്പാട് തിരക്കിലാണ്. നമ്മുടെ കുഞ്ഞിപ്പെണ്ണും പാറൂട്ടിയൊക്കെയാണ് കേട്ടോ വീഡിയോ എടുത്ത് തന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. അവരുള്ളതുകൊണ്ട് എനിക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. കുഞ്ഞിപ്പെണ്ണും അത്യാവശ്യം ഷേക്കിങ് കാര്യങ്ങളില്ലാതെ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി, എന്താ പറയുക, എടുക്കാനായിട്ട് പഠിച്ചു കേട്ടോ. അപ്പോൾ അവൾ നല്ല രീതിയിൽ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എൻ്റെ കുറച്ച് പണിയൊക്കെ കുറഞ്ഞുല്ലോ. പിന്നെ പാറൂട്ടിയുടെ നേതൃത്വത്തിൽ എല്ലാവരെയും അവൾ സേഫായിട്ട് നോക്കിക്കോളൂ. അപ്പോൾ എനിക്ക് അവളുടെ കുഞ്ഞിപ്പെണ്ണിൻ്റെ കാര്യത്തിൽ വലിയ ടെൻഷൻ ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ശരിക്കും ഇവിടെ ക്യാമറ വെച്ചിട്ടാണ് വെള്ളം എടുക്കാനായിട്ട് പോയത്. കാരണം ഇതിൻ്റെ ഇടവഴി അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ട് നടക്കാൻ പാടില്ല, ചുറ്റി വരണം. അപ്പോൾ എന്ത് ചെയ്തു, ഞാനിവിടെ ക്യാമറ വെച്ചിട്ട് വെള്ളം എടുത്തിട്ട് വന്ന് ഒഴിക്കുകയാണ്. വെള്ളം ഒന്നുമില്ല, നമ്മുടെ ഈ വീടിൻ്റെ മതിലിൻ്റെ തൊട്ട് ബാക്കിൽ തന്നെ 2 പൈപ്പുണ്ട്. അപ്പോൾ അത് നല്ല വെള്ളമാണ്. അവിടെ നിന്നാണ് നമ്മൾ വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടീച്ചർ ആൻറ്റിയുടെ വീട്ടിൽ വന്നിട്ട് നമുക്ക് ഒന്നിനും ഒരു എന്താ പറയുക അസൗകര്യം എന്ന് പറയുന്നത് ഉണ്ടായില്ല. എല്ലാവരും ഫുഡായിക്കോട്ടെ മറ്റ് സൗകര്യങ്ങളായിക്കോട്ടെ എല്ലാം ടീച്ചർ ആൻറ്റി നല്ല പക്കയായിട്ട് നമുക്ക് ചെയ്തു തന്നു. അതൊരു വലിയ മനസ്സാണ്. അതിന് ഒരുപാട് താങ്ക്സ് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഒരു ഫോർമാലിറ്റി ഒന്നും അല്ല, ഭയങ്കര എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് വന്ന് എത്താൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര സന്തോഷവും എന്താ പറയുക അഭിമാനമൊക്കെ ഉള്ള കാര്യമാണ്. എന്തായാലും എല്ലാ അനുഗ്രഹങ്ങളും ടീച്ചർ ആൻറ്റിക്കും ഫാമിലിക്കും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ടീച്ചർ ആൻറ്റിയുടെ വീട്ടിൽ റെൻറ്റിന് താമസിക്കുന്ന ഫാമിലി അവർ നല്ല എന്താ പറയുക നല്ല കോപ്പറേറ്റീവായിരുന്നു. ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇത് ഞങ്ങളെല്ലാം ഒരുക്കിയതിന് ശേഷം നമ്മൾ ലളിതാ സഹസ്രനാമം ജപിക്കുകയാണ്. കാരണം നമുക്ക് ഇനിയും 1 മണിക്കൂർ സമയമുണ്ട്. ഒരു 9 മണിയായപ്പോഴത്തേക്കും നമ്മുടെ ബാക്കിയുള്ള ഒരുക്കങ്ങൾ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അടുപ്പിൽ നമ്മൾ വിറക് കാര്യങ്ങളൊക്കെ വെച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അനൗൺസ്മെൻറ്റ് കേട്ട ഉടനെ നമ്മൾ തിരി കൊളുത്തി അടുപ്പിലേക്ക് ആ ദീപത്തിൽ നിന്ന് നമ്മൾ അഗ്നി പകരും. അപ്പോൾ ഇതേ നമ്മൾ അത്രയും സമയം നമുക്കുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ലളിതാ സഹസ്രനാമം ജപിച്ചു. പിള്ളേരൊക്കെ അതേ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ നിർദ്ദേശം കിട്ടി, നമ്മൾ അടുപ്പൊക്കെ കത്തിച്ചു. ആ സമയത്ത് നല്ല കത്തി ജ്വലിക്കുന്ന വെയിലാണ് ഞങ്ങളുടെ ഉച്ചയിൽ അടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതുവരെ അവിടെ തണലുണ്ടായിരുന്നു. അതിനുശേഷം നല്ല വെയിലാണ്. അത് ഒരു ചെറിയ കാറ്റും കൂടെ ആ സൈഡിലേക്കുള്ളതുകൊണ്ട് ആ പുകയും ആ കത്തുന്ന വെയിലും എല്ലാം നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു നാമജപത്തിൻ്റെ ശക്തി കൊണ്ട് വലിയ ടയേർഡൊന്നും ആവാതെ ദേവി നമ്മളെ കാത്തെന്ന് വേണം പറയാനായിട്ട്. പൊങ്കാല ഇടുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, പുകയും വെയിലും ചൂടും ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ അതൊന്നും നമ്മളെ ടച്ച് ചെയ്യാണ്ട് ദേവിയമ്മ കാക്കൂട്ടോ. അപ്പോൾ നമ്മൾ അത്ര എന്താ പറയുക, എല്ലാവരും വിചാരിക്കും ഇതൊരു നിസ്സാര കാര്യമാണ്. ഇതൊരു നിസ്സാര കാര്യമല്ല, ഇതൊരു തപസ്സാണ്, ഇതൊരു വ്രതമാണ്. ഇതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മാത്രം ചെയ്താലാണ് ഇതിന് ബലം ഉണ്ടാവുള്ളൂ. അത് ഭയങ്കര സത്യമാണ്. അത് അങ്ങനെയാണ് എന്താ പറയുക, ഇതൊന്ന് തിളച്ച് കിട്ടാനായിട്ട് നമ്മൾ ഉള്ളുരുകി ദൈവത്തെ വിളിക്കുന്നത്. അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് സമയം എടുക്കാറുണ്ട്, പലരെയും പെട്ടെന്ന് തിളയ്ക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും. എന്തായാലും നമ്മുടെ എല്ലാം പെട്ടെന്ന് തന്നെ ഒരാളുടെ തിളച്ചു, അതിന് പിന്നാലെ അടുത്ത ആളുടെ വേഗം തിളച്ചു വന്നു. എന്താ പറയുക, അതിനുശേഷം എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ശർക്കര ഇട്ടതും എന്താ പറയുക ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ടതും എല്ലാം ഭയങ്കര പെട്ടെന്നായിരുന്നു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഓർഡറിലാണെന്ന് വേണേൽ പറയാം. നമ്മുടെ വല്യമ്മായി ഏറ്റവും തലമൂത്ത ആളുടെയാണ് ഏറ്റവും ആദ്യം തിളച്ചത്. അതിനുശേഷം നമ്മുടെ രമയമ്മയുടെ എൻ്റെ അമ്മയുടെ തിളച്ചു. അങ്ങനെ ഓർഡറിൽ ഇങ്ങനെ വന്നു. ഞങ്ങൾ കൂട്ടത്തിൽ എൻ്റെയും അമ്മയുടെയും ചിറ്റയുടെ ഒക്കെ കൂട്ടത്തിൽ എൻ്റെ 3ാമത് തിളച്ചു കേട്ടോ. അമ്മയുടെ ആദ്യം, അപ്പച്ചിയുടെ 2ാമത്, എൻ്റെ 3ാമത്. എന്തായാലും ഭയങ്കര സന്തോഷമായി. എല്ലാം പെട്ടെന്നാട്ടോ എന്ന് പറഞ്ഞ് ആരുടെയും താമസിച്ചിട്ടൊന്നുമില്ല. ഓരോരുത്തർ തിളച്ച് പിന്നാലെ അടുത്തടുത്ത ആളുടെ തിളച്ച് വന്നു. നമ്മുടെ വലിയ ചിറ്റയുടെ അമ്മയുടെ തിളച്ചതിന് ശേഷം തിളച്ചു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഓർഡറിൽ ഇങ്ങനെ തിളച്ച് എല്ലാം ഭയങ്കര ഹാപ്പിയായി സന്തോഷമായിട്ട്. ഇത് നമ്മുടെ വല്യമ്മയുടെ പൊങ്കാലയാണ് കേട്ടോ. ഓരോന്നും അവർ നല്ല വ്യക്തമായിട്ട് നമ്മുടെ പിള്ളേർ നമുക്ക് ഷൂട്ട് ചെയ്ത് തന്നു കേട്ടോ. അതിന് പിള്ളേർക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഈ ഒരു കാണുമ്പം ഇത് നമ്മൾ ലൈവായിട്ട് കണ്ടതാണെങ്കിലും പിന്നീട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കുറുക്കനൊന്നും കൂടി തന്ന് വിചാരിക്കരുത് കേട്ടോ.
കുരവിട്ടതാണ്. പക്ഷെ നല്ല രസമാണ് ലൈവായിട്ട് കേൾക്കാനായിട്ട് കേട്ടോ. ഈ ഫോണിൽ കേൾക്കുമ്പം ഞാനും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്കും തോന്നിയ ഒരു വല്ലായ്മ, എനിക്കൊന്ന് കട്ട് ചെയ്ത് വീഡിയോ പോയിട്ടായിരിക്കും. പക്ഷെ അത് കുരവിടുന്നതാണ്. പൊങ്കാല തിളച്ച് തൂവുമ്പോൾ എല്ലായിടത്തും ഒന്ന് കേൾക്കാം ഇങ്ങനെ സ്ത്രീകൾ കുരവിടുന്നത്. ഇതിൽ അമ്മയും വല്യമ്മയൊക്കെ നന്നായിട്ട് കുരവിടും കേട്ടോ. നല്ല രസമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാവരുടെയും പൊങ്കാല തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ പൊങ്കാലാണ് ഇപ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നത്. വലിയേറ്റയുടെ തിളച്ചു, അതിനുശേഷം നമ്മുടെ അപ്പച്ചിയുടെ തിളച്ചു. അത് എൻ്റെ പൊങ്കാല തിളച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മുമ്പ് ഞാൻ പറഞ്ഞ പോലെ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടുമാണ് തിളച്ച് തൂവേണ്ടത്. അപ്പം എൻ്റെ തിളച്ച് തൂവിയത് പടിഞ്ഞാറോട്ടാണ്. അപ്പോൾ നല്ലതാണ് അങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് തൂവണത്. അപ്പം എന്തായാലും ഭയങ്കര സന്തോഷമായി. നമ്മുടെ എന്താ പറയുക, നമ്മുടെ വ്രതം സമ്പൂർണ്ണമാവുന്നത് ഈ ഒരു തിളച്ച് തൂവൽ എന്താ പറയുക ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അറിയില്ല, നമ്മൾ മനസ്സൊരുക്കി ദൈവമേ അല്ലെങ്കിൽ നമ്മൾ ദേവിയമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമാണ്. അത് ഈ പൊങ്കാലിടുന്ന ഓരോ സ്ത്രീകൾക്കും അതുപോലെ അനുഭവം ഉള്ളത് കൊണ്ടാണ് അവരെല്ലാ വർഷവും ഇതുപോലെ കഷ്ടപ്പെട്ടിട്ട് ദേവിയമ്മയുടെ ആറ്റുകാലല്ല, ഏത് ദേവിയുടെ നടക്കലാണേലും പൊങ്കാലിടുന്നത് അതുപോലെ റിസ്ക് എടുത്ത് കഷ്ടപ്പെട്ടിട്ടാണ്. പക്ഷെ അതൊന്നും നമുക്ക് ഫീൽ ചെയ്യാണ്ട് നമ്മളിത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. അതുപോലെ ഹാപ്പിയാണ്. എല്ലാ വർഷവും ഇങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അതിനുശേഷം ഈ പൊങ്കാലൊക്കെ ഇട്ട് എല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയായതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലേക്ക് തൊഴാൻ പോവാണ്. കാരണം തിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിലൊക്കെ ഇതുപോലെ വെള്ളവും ഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ 2-3 ബോട്ടിൽ വെറുതെ കയ്യിലെടുത്തായിരുന്നു. എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്ക് ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിലും വെള്ളം നിർബന്ധമാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇതുപോലെ വെള്ളവും ജ്യൂസും ഒക്കെ ഓരോരുത്തരത്തുനിന്ന് വാങ്ങിയിട്ടാണ് പോയത്. വെള്ളമായിരുന്നു കേട്ടോ അത്യാവശ്യം. ഇതേ ഞങ്ങൾ ക്യൂവിൽ കയറി ഓൾമോസ്റ്റ് ഞങ്ങൾ അമ്പലത്തിൻ്റെ മുറ്റത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ നാരങ്ങ വിളക്ക് കത്തിക്കുന്ന അമ്പലത്തിൻ്റെ മുറ്റത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ ക്യൂ ഇങ്ങനെ കമ്പി കെട്ടി തിരിച്ചിങ്ങനെ പതുക്കെയാണ് പോകുന്നത്. എന്നാൽ അത്യാവശ്യം സ്പീഡുണ്ട്. പോലീസുകാർ അതൊക്കെ കൺട്രോൾ ചെയ്ത് പതുക്കെയാണ് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് പൊങ്കാലയ്ക്കൊക്കെ ശേഷമാണ്. 3-4 ദിവസം എന്താ പറയുക വെയിലൊക്കെ കൊണ്ടതിൻ്റെയും ഉറക്കളച്ചതിൻ്റെ ഒക്കെ പ്രശ്നമുണ്ട് തൊണ്ടയ്ക്ക്. അതുപോലെ തന്നെ എന്താ പറയുക ഉച്ചയെടുപ്പുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ശബ്ദം വല്ലാണ്ട് അടയുന്നുണ്ട്. ഇതുപോലെ സ്ക്രീനിൽ കാണാം കേട്ടോ, ഉള്ളിൽ കയറി തൊഴുന്നത് ലൈവായിട്ട് കാണാൻ പറ്റും. ദേവിയുടെ പൊങ്കാലയാണ് കേട്ടോ, അമ്പലത്തിലിടുന്ന ഭണ്ഡാര അടുപ്പിലിടുന്ന പൊങ്കാലയാണിത്. അതിനപ്പുറത്ത് നമ്മൾ കാപ്പ് കെട്ടി എന്താ പറയുക അങ്ങനെ എന്തോ ഒരു ചടങ്ങുണ്ട്. 3 പേര് ഇരുന്ന് ഭജിക്കുന്നുണ്ട്. അതിൻ്റെ ഐതിഹ്യമൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. നമ്മൾ തൊഴുതിട്ട് വെളിയിലിറങ്ങി, വെളിയിൽ നമുക്ക് പ്രസാദം കിട്ടി. ദേവിയമ്മയുടെ ഞാൻ വിചാരിച്ചില്ല കേട്ടോ പ്രസാദം കിട്ടുമെന്ന്. ഭക്ഷണമൊക്കെ നല്ല രീതിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബഹളത്തിനിടയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് അമ്പലത്തിനുള്ളിൽ നിന്ന് പ്രസാദം കിട്ടിയില്ല, വല്ലാത്തൊരു സങ്കടമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇച്ചിരി ചന്ദനം കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷെ തൊഴുതിറങ്ങിയത് പിന്നിൽ തിരുമേനിമാർ പ്രസാദമായിട്ട് ഇരിപ്പുണ്ട്. പ്രസാദമൊക്കെ വാങ്ങി. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ പാറമോളയും പിന്നെ നമ്മുടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു, നമ്മുടെ അപ്പച്ചിയുടെ അനിയത്തിയായിട്ട് വരും, കുമാരി ചേച്ചി. അപ്പോൾ കുമാരി ചേച്ചിയും പാറുവിനെ കാണാത്തതുകൊണ്ട് നമ്മളിങ്ങനെ തിരയാണ്. അവർ തൊഴുതിട്ട് അവരെ പോലീസുകാർ പെട്ടെന്ന് തന്നെ ഇതുപോലെ ബാക്ക് സൈഡിലേക്ക് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം ഫോൺ ഉണ്ടായിരുന്നുകൊണ്ട് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അവർ പുറത്ത് നിന്നു, നമ്മൾ അങ്ങോട്ട് ചെന്നു. അപ്പോൾ ഇതാണ് ഗസ്റ്റ് ഹൗസ്. അവിടെ നമ്മുടെ സീരിയൽ താരം അമൃതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ സെൽഫി എടുക്കാനായിട്ട് അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവിടേക്ക് ഒരു പോരത്തിനുള്ള ആളാണ് പെട്ടെന്ന് വന്നത്. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തിട്ടിങ്ങ് പോകുന്നു കേട്ടത്. നമ്മുടെ ഇപ്പം ഗീതാ ഗോവിന്ദൻ സീരിയലിൽ രേഖ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യുന്ന ആളാണ്. അമൃത എന്നാണ് പേര്. എന്താ പറയുക, അമൃതയ്ക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. അമ്മു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്. അപ്പം എന്താ പറയുക, നല്ല കുട്ടിയാണ്. ഒരുപാട് പേര് വന്ന് സെൽഫി കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അമ്പലത്തിൻ്റെ മുറ്റത്തൂടെ പിന്നിലേക്ക് പോകാനുള്ള ഞങ്ങളുടെ ചെരുപ്പ് ഫ്രണ്ടിലാണ് ഇട്ടത് കേട്ടോ. അങ്ങനെ പോയി ചെരുപ്പ് എടുത്തു. അപ്പോൾ ഞങ്ങൾ 2 സെക്ഷനായിട്ട് പോയതുകൊണ്ട് അവരെ തപ്പിത്തേടി വന്നു. വീണ്ടും ഈ ഗസ്റ്റ് ഹൗസിൻ്റെ മുറ്റത്ത് വന്നപ്പം വീണ്ടും നമ്മുടെ സീരിയൽ നടിമാരുടെ സെലിബ്രിറ്റീസിൻ്റെ പൊങ്കാല തളിക്കുന്ന ബഹളത്തിലാണെന്ന് തോന്നുന്നു. എല്ലാവരും അവിടെ ഇങ്ങനെ നിരന്ന് നിൽപ്പുണ്ട്. എല്ലാവരെയും കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് വീഡിയോയിൽ അങ്ങനെ അധികം എടുക്കാൻ പറ്റിയില്ല. ഫോണൊക്കെ എടുത്ത് വരുമ്പോഴേക്കും ഇങ്ങനെ മറിഞ്ഞ് വരികയായിരുന്നു. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ തൊഴുതിട്ട് തിരിച്ചു വന്നപ്പം നമ്മുടെ പൊങ്കാല തളിക്കാനുള്ള സമയമായി. തിരുമേനിമാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പൊങ്കാല തളിക്കൽ ചടങ്ങിൽ പങ്കെടുക്കാൻ പറ്റുമെന്ന്
വിചാരിച്ചിരുന്നില്ല. അതിന് വെച്ചാൽ നമ്മൾ തൊഴുതിട്ട് വരുമ്പോഴേക്കൊക്കെ കഴിയുമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇതേ തളിക്കാറായി. എല്ലാവരും കട്ടയ്ക്ക് ചുറ്റും കർപ്പൂരം കത്തിക്കുകയാണ്. എന്താ പറയുക, ഇതേ തിരുമേനിമാർ വരുന്ന സമയത്ത് നമ്മളങ്ങനെ കർപ്പൂരം തെളിയിച്ച് വെക്കണം. അതൊക്കെ ഒരു ഐശ്വര്യമാണ്. എന്താ പറയുക, അടുപ്പിലെ തീയൊക്കെ നമ്മൾ അണച്ചിട്ടാണല്ലോ പോകുന്നത്. ഇപ്പോൾ വരുമ്പോൾ പൂജയുടെ സമയത്ത് നമ്മൾ എന്താ അഗ്നിസാക്ഷിയായി പൂജ നടക്കാനായിട്ട് നമ്മളിങ്ങനെ കർപ്പൂരം കത്തിച്ച് വെച്ചിട്ടാണ് എല്ലാവരും 3 കട്ടയുണ്ടല്ലോ അതിന് മുകളിൽ കർപ്പൂരം എല്ലാവരും കത്തിച്ച് വെക്കും. ഇപ്പോൾ തളിക്കാനായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചക്കുളത്ത് കാവ് അതുപോലൊക്കെ നമ്മൾ പൊങ്കാല ഇട്ടിട്ടുണ്ടെങ്കിലും അവിടെയൊക്കെ ഓരോ കലത്തിലും ഇങ്ങനെ വന്ന് തളിക്കുകയാണ്. ഇവിടെ വേറൊരു രീതിയിലാണ് തളിക്കുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ തളിച്ച് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം ഇങ്ങനെ കാണുന്നത് കേട്ടോ. ഇത് ഇങ്ങനെ വീശി എല്ലാവരും, കാരണം ഒരുപോലെ ഒരേ സമയം ഒരുപാട് പൊങ്കാല തളിച്ച് പോകണം. കാരണം അതുപോലെ ജനലക്ഷങ്ങളാണ് ഇവിടെ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ്, ഈ രീതിയിലാണ് ഇവിടെ തളിക്കുന്നത് കേട്ടോ. അത് തെറ്റായിട്ടല്ല, ഞാൻ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ പൊങ്കാലയെല്ലാം നല്ല രീതിയിൽ ഐശ്വര്യമായിട്ട് തളിച്ചു പോയി. നമ്മൾ ദക്ഷിണ കാര്യങ്ങളെല്ലാം കൊടുത്തു. ഇനി ഇത് നമ്മൾ അടുപ്പിൽ നിന്ന് ഇറക്കി എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ചെയ്തതിന് ശേഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണം, എല്ലാവർക്കും കൊടുക്കണം. ഈ പൊങ്കാല നമ്മൾ കളയാൻ പാടില്ല. ഇൻ കേസ് കളയാണെങ്കിൽ തന്നെ വെള്ളത്തിൽ ഒഴുക്കി മാത്രമേ കളയാവുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ട്, ഓരോ നാട്ടിലും ഓരോരോ വിശ്വാസം. അതിനുശേഷം ഞങ്ങളെല്ലാം ഫ്രീ ആയി. ഞാൻ മുടിയൊക്കെ ഒന്ന് അഴിച്ച് പൊക്കി കെട്ടിയിട്ടു. എന്നു വെച്ചാൽ അതുപോലെ ചൂടായിരുന്നു. അഴിച്ചിട്ടിട്ട് പൊക്കയും ചൂടുമൊക്കെ വേർപ്പൊക്കെ ആയിട്ട് അപ്പം മുടിയൊക്കെ ഒന്ന് ചീകി കെട്ടി പൂവൊക്കെ എടുത്ത് മാറ്റി ഒന്ന് റിലാക്സായി മുഖമൊക്കെ ഒന്ന് കഴുകി. അപ്പം തന്നെ മുഖത്ത് രാവിലെ ഇട്ട പൊട്ടി കാര്യങ്ങളൊന്നുമില്ല, എല്ലാം പോയി. അപ്പോൾ ഇതേ നമ്മുടെ എന്താ പറയുക, കുറേ സമയം കേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് എല്ലാവരും ഒന്ന് റെസ്റ്റ് എടുത്തു. നമ്മുടെ എന്താ പറയുക, സൂര്യ ആൻറ്റിയും പാറുമോളും അക്കച്ചിയും ഒക്കെ പോകാൻ ഇറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അവർ യാത്ര അയക്കാനായിട്ട് ഞങ്ങൾ ഇറങ്ങി. അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു സെൽഫി കാര്യങ്ങളൊക്കെ എടുത്തു. അതിങ്ങനെ വീഡിയോ ആയിട്ട് വന്നു കേട്ടോ. അത് മിക്കവാറും എനിക്കുള്ളതാണ്. ഇത് ഇങ്ങനെയാണ് കേട്ടോ തളിച്ച് പോകുന്നത്. എല്ലാവരുടെയും തളിക്കണത് നമ്മൾ ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് എന്താ പറയുക, വീഡിയോ ഞാൻ എഡിറ്റ് സമയത്ത് ഓർഡർ അല്ലാണ്ട് കയറി വന്നതാണ്. അത് എല്ലാവരുടെയും നല്ല രീതിയിൽ തളിച്ചിട്ടുണ്ട്. ഇതേ നമ്മൾ കഴിഞ്ഞു. നമ്മൾ എന്താ പറയുക, പാറുമോളും സൂര്യാൻ്റെയൊക്കെ പോയി. അതിനുശേഷം ഒരു 4:30-4:45 ചിറ്റപ്പൻ ഞങ്ങളെ കൂട്ടാൻ വന്നു. ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു. ചിറ്റപ്പൻ വന്നു. ഞങ്ങൾ ഇവിടെ വന്നു, ചിറ്റയുടെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര ടയേർഡാണ്. പെര തുറക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം. എല്ലാവരും അകത്ത് കയറി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവാനായിട്ട്. അപ്പം ഇത്രയേ ഉള്ളൂ പൊങ്കാലയുടെ വിശേഷങ്ങൾ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. എല്ലാവർക്കും ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമ്മൾ തലേ ദിവസവും അന്നേ ദിവസവും ഒക്കെ എടുത്ത ഫോട്ടോസും കൂടെ ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ആരെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്നവർ എന്നോട് ക്ഷമിക്കണം. എൻ്റെ കയ്യിലുള്ള ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ശബ്ദം നന്നായിട്ട് പോകുന്നുണ്ട്. കാരണം ഞാൻ എന്താ പറയുക, എപ്പോഴും ഇങ്ങനെ ചലിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ഇടയ്ക്ക് ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും കാറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ എങ്കിൽ മാത്രമേ നല്ല നല്ല വീഡിയോസ് നിങ്ങളെ തേടി വരുള്ളൂ. അപ്പോൾ ഇതുപോലെ എന്താ പറയുക, ഇനിയും നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും ദേവിയുടെ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ. എല്ലാവരുടെയും ലൈഫ് കളർഫുൾ ആവട്ടെ. അപ്പോൾ ടാറ്റ ബൈ ബൈ, ടേക്ക് കെയർ.